നമ്മൾ ഈ കാണുന്ന ഗേറ്റിന്റെ ഗേറ്റിന് ഒരു 140 കിലോ വെയിറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളിത് പ്രത്യേകം ചെയ്തെടുത്തിട്ടുള്ളതാണ്. വീൽ ബ്രാക്കറ്റ് സ്വിംഗ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ 4 വീലും ഒരേപോലെ ലോഡ് എടുക്കുകയും ചെയ്യും. ഗേറ്റിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് റെയിൽ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് 1.5 6mm ആംഗ്ലർ ആണ്. ആംഗ്ലറിന് അത്യാവശ്യം ബെൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ആംഗ്ലറിന്റെ ബെൻഡൊക്കെ ഒന്ന് ആദ്യം നിർത്താം. അങ്ങനെ റെയിലിന്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്കൊരു ഗ്രൂ ഇടേണ്ടതുണ്ട്. അങ്ങനെ റെയിൽ വെച്ച് റെയിലിന്റെ സപ്പോർട്ട് പീസുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് അത്യാവശ്യം വെയിറ്റ് വരുന്നത് കൊണ്ട് തന്നെ സപ്പോർട്ടുകളും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ റെയിലിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് ആശാമാർ രണ്ടാളും ഗേറ്റ് സൈറ്റിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരു വണ്ടി കയറ്റാൻ മാത്രമല്ല ദൂരമില്ലാത്തത് കൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ ഗേറ്റ് നേരെ റെയിലുമേൽ വെച്ചിട്ട് നമുക്ക് ബാക്കി പണി തുടങ്ങാം. ഗേറ്റ് അത്യാവശ്യം വെയിറ്റ് വരുന്നത് കൊണ്ട് തന്നെ 2 സെറ്റ് റോളറിനെ നമുക്ക് ഇതിമ നിർത്തേണ്ടതുണ്ട്. ഗേറ്റ് റെയിലിനെ മറികടന്ന് പോകാതിരിക്കാൻ അത്യാവശ്യം കനമുള്ള ഒരു സ്റ്റോപ്പർ വെക്കേണ്ടതുണ്ട്. ഗേറ്റ് അടക്കുന്ന സമയത്ത് സ്പീഡ് കൂടി നമ്മൾ വെച്ച സ്റ്റോപ്പറും മറികടന്ന് പോകാതിരിക്കാൻ ബാക്ക് ഭാഗത്തായിട്ട് ഒരു അഡീഷണൽ സ്റ്റോപ്പർ കൂടി വെക്കേണ്ടതുണ്ട്. ഇങ്ങനെ വെക്കുന്ന സ്റ്റോപ്പർ അടക്കുന്ന സമയത്ത് ക്ലാമ്പിൽ മുട്ടാതിരിക്കാൻ ഒരു നിശ്ചിത അകലം വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വെൽഡിംഗ് എല്ലാം കഴിഞ്ഞ് റോളർ ക്ലാമ്പ് വരുന്ന ഭാഗത്ത് സേഫ്റ്റിക്ക് വേണ്ടി ഒരു സപ്പോർട്ട് പോസ്റ്റ് നാട്ടേണ്ടതുണ്ട്. സപ്പോർട്ട് പോസ്റ്റിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് റെയിലിന് വേണ്ടി എടുത്തിട്ടുള്ള 1.5 ഇഞ്ച് ആംഗ്ലർ തന്നെയാണ്. അങ്ങനെ റെയിലിന്റെ ഭാഗത്തുള്ള എല്ലാ വർക്കും കഴിഞ്ഞ് ഇനി നമുക്ക് മറുഭാഗത്തായിട്ടുള്ള ഓപ്പൺ ഗേറ്റിനെ ഫിറ്റ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഓപ്പൺ ഗേറ്റിനെ സ്ലൈഡിംഗ് ഗേറ്റുമായിട്ട് ക്ലാമ്പ് ചെയ്ത് നിർത്താം. ക്ലാമ്പ് ചെയ്ത് നിർത്തിയ ഓപ്പൺ ഗേറ്റിനെ പില്ലറിലെ കുറ്റിയിലേക്ക് അതേപടി തന്നെ വെൽഡ് ചെയ്യാം. ഒരു ഗേറ്റ് വെച്ച് കോൺക്രീറ്റും കഴിഞ്ഞ് ഒരു 4 ദിവസം വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് അടച്ചിടാത്ത രീതിയിലാണ് നമ്മൾ ഈ ഗേറ്റിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഗേറ്റിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞ് ഓരോ ചായയൊക്കെ കുടിച്ച് കോൺക്രീറ്റിന് വേണ്ടി ഒരു ദിവസം വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്.